നമസ്കാരം കൂട്ടുകാരെ. കഴിഞ്ഞ ദിവസം ഞാൻ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ കണ്ട ഒരു ബസ് സ്റ്റോപ്പാണിത്. ഇത് വേറൊരു ബസ് സ്റ്റോപ്പ്. ഇതൊക്കെ എന്ത് ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റോപ്പൊക്കെ നമ്മുടെ നാട്ടിലെ കാണണം എന്ന് ചിലരെങ്കിലും വിചാരിച്ച് കാണും. എന്താ ഐശ്വര്യമല്ലേ! നല്ല അക്രിലിക്കിന്റെ ബോർഡൊക്കെ കൊടുത്ത് വരിക്കാശ്ശേരി മല സെറ്റിട്ട പോലത്തെ റൂഫൊക്കെ അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് അവൻ്റെ ദാരിദ്ര്യം പിടിച്ച തകരത്തിൻ്റെ 2 ബസ് സ്റ്റോപ്പും കൊണ്ട് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ടാക്സ് മണിയിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ച് അതിന്റെ നെറുകയിൽ ബസ് സ്റ്റോപ്പിനേക്കാൾ വലുപ്പത്തിൽ തന്റെ പേരെഴുതി വെക്കുന്ന അല്പത്തരമല്ല എന്റെ വിഷയം. ഈ ബസ് സ്റ്റോപ്പ് എന്ന പ്രോഡക്റ്റിന്റെ യഥാർത്ഥ കസ്റ്റമർ അവിടെ ബസ് കാത്തു നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ്. ആ കസ്റ്റമറുടെ യൂസർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കൺവീനിയൻസിന് വേണ്ടി ചിലവാക്കിയ തുകയുടെ എത്രയോ മടങ്ങ് ചിലവാക്കിയിട്ടാണ് അത് ഡൊണേറ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന്റെ ബോർഡ് അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പഴയ ദാരിദ്ര്യം പിടിച്ച ബസ് സ്റ്റോപ്പ് ഒന്ന് നോക്കൂ. ആ പോസ്റ്റിന്റെ പോൾ പോലും അവർ 2 സീറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ഫലപ്രദമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ബസ് സ്റ്റോപ്പ് ആണെങ്കിലോ കറക്റ്റ് ഒരു മനുഷ്യന് നിൽക്കാൻ വേണ്ട ഹൈറ്റിൽ നിർമ്മിച്ച് അതിൽ പറ്റാവുന്ന എത്ര സീറ്റിംഗ് കപ്പാസിറ്റി കൊടുത്ത് നിർമ്മിച്ചിരിക്കുന്നു. അതിന്റെ മുകളിലത്തെ സ്പേസ് കൊമേഴ്ഷ്യൽ അഡ്വർടൈസിങ്ങിന് കൊടുത്ത് അതിൽ നിന്നും അവർ റവന്യൂ കണ്ടെത്തുന്നു. അപ്പോൾ പ്രബുദ്ധ കേരളത്തിലെ ബുദ്ധിരാക്ഷസന്മാരായ നമ്മുടെ ഭരണാധികാരികൾ ഇതൊന്നും കണ്ടിട്ടില്ലേ ആവും.